ആണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ബെയ്ത്ത് ഇല്ല എന്നുള്ള എൻ്റെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ എല്ലാരും കൂടി ഞാൻ ഇത് പീഠം മാറ്റണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഇങ്ങനെ ആക്കിപ്പോയി എന്ത് ചെയ്യും? ആ ഒരു ഉസ്താദ് കണ്ട് തള്ളിയും ചെയ്തു. അവരെ തള്ളലല്ല നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ. അവരെ നെഞ്ചത്തടി തലക്കടി തള്ളുക ഇതൊക്കെ നല്ലതാണ്. ഇത് തൊള്ളോണ്ടുള്ള തള്ളലല്ല, നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ഒരു ഗുരുവര്യനാണ് മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ സബക്കിൽ ഇരിക്കണ ഏതെല്ലാം സമയത്തുണ്ടോ അപ്പോഴൊക്കെ നല്ല അവസ്ഥാനം പറയാറുണ്ട്. നല്ല അവസ്ഥാനം ഞാൻ 23-ാം വയസ്സിലും മനപ്പാടാക്കിയിട്ടുണ്ട്. അവരെ കാണുന്നതിന് മുമ്പ് ഉസ്താദിന്റെ മിക്കവാറും സബക്കിൽ വരുന്ന 3 ആളുകളാണ്. ഒന്ന് കക്കിടിപ്പുറം ഷെയ്ഖുന, എല്ലാ ദർസിലും പിന്നൊന്ന് ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ ഉസ്താദിന്റെ ഉസ്താദാണ്. പിന്നൊന്ന് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ ഇടക്കിടക്ക് പറയും. പിന്നെന്ന് പറയൽ നല്ല ഉസ്താദിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ സന്നദ്ധാന സമ്മേളനം അടുത്ത 9-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ മുത്താലിമിനെയാണ് വാള ഉസ്താദ് എന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാവും നല്ല ഉസ്താദ്. ഇവർ തമ്മിൽ ഇങ്ങനെ ഇരിക്കണേ കാണാൻ തന്നെ വലിയൊരു രസമാണ്. അള്ളാഹു ഇരുവർക്കും നമുക്കൊക്കെ അവന്റെ ത്വാഅത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പിറകു നോക്കുമ്പോഴും പ്രസംഗിക്കാൻ ആണ്ട് സാലിം വൈസിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വേറെയും കുറെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് 2-3 കലിമത്ത് പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് മനസ്സിലായ ചില പൊട്ടും പൊടിയും അതില് സഫാത്തായിരിക്കും. നിങ്ങളെ ഷഫാത്തിന് വേണ്ടി സഫാത്ത് വിടുക എന്ന് മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്.